JCI ചെറുപുഴയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 5 ദിവസം നീണ്ടുനിൽക്കുന്ന പ്രസംഗ വ്യക്തിത്വ പരിശീലന ക്യാമ്പിന് തുടക്കമായി. ഡോക്ടർ മുഹമ്മദ് നിസാബ് ഉദ്ഘാടനം ചെയ്തു. JCI ചെറുപുഴ പ്രസിഡന്റ് MS ടിറ്റോ അധ്യക്ഷനായി. ഡോക്ടർ സാജൻ ജോസഫ്, ജിൻഡോ ജോയ്, KA ഷോജി, ഷെബിൻ അബ്രഹാം, ഡോക്ടർ നിഖിൽ ജോൺ എന്നിവർ ആശംസകൾ നേർന്നു. ക്യാമ്പിന്റെ ഭാഗമായി അഡ്വക്കേറ്റ് ജോമി ജോസഫ്, KA ഷോജി, ഡോക്ടർ മുഹമ്മദ് നിസാബ് എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു. JCI സംഘടനയുടെ ഹൃദയം എന്ന് പറയുന്നത് ട്രെയിനിങ് ആണ്. ട്രെയിനിങ്ങിന് വേണ്ടി ആളുകളെ വ്യത്യസ്ത മേഖലകളിലുള്ള ട്രെയിനിങ്ങിന് വേണ്ടി സജ്ജീകരിക്കുന്ന ഒരു സംഘടനയാണ് JCI. അതിൻ്റെ JCI ട്രെയിനിങ്ങിൻ്റെ ലാഡറിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പാണ് നമ്മുടെ ഇന്നിവിടെയുള്ള EPS, എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ്. നമുക്കറിയാം, നമ്മൾ ആരാണെങ്കിലും ഏതൊരാൾക്കും ഒരു 10 ആളുകളുടെ മുമ്പിൽ സംസാരിക്കുക എന്ന് പറയുമ്പോൾ എന്താണെങ്കിലും നമുക്കുള്ളൊരു പേടിയുണ്ടാവും. ഒരു സ്റ്റേജിൽ കയറുമ്പോൾ ഒരു വിറയലുണ്ടാവും. അത് സാധാരണയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ആദ്യത്തെ 10ൽ പെടുന്ന വാറൻ ബഫറ്റ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഇന്ന് ലോകത്തെ റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളുകൾ 10ാം നമ്പറിൽ നിൽക്കുന്ന ആളുകളാണ്. ഏറ്റവും വലിയ ഇൻവെസ്റ്ററാണ് ലോകത്തിലെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന് സ്റ്റേജിൽ കയറാൻ വളരെ ഭയവും സ്റ്റേജിൽ കയറേണ്ട അവസരങ്ങൾ അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഒഴിവാക്കുന്ന ഒരു പ്രവണതയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ലൈഫിലും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനിലും അതൊരു തടസ്സമായപ്പോൾ, ഉയർച്ചയ്ക്ക് തടസ്സമായപ്പോൾ അദ്ദേഹം അതിനുള്ള എഫക്റ്റീവ് ട്രെയിനിങ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തു. ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ശേഷം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ വളരെ മാറ്റമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ, ഗ്രോത്തിൽ, ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലുണ്ടായ ഒരു മാറ്റം വന്നപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലും അദ്ദേഹത്തിൻ്റെ ഉയർച്ചയിലും പടിപടിയായ ഉയർച്ചയ്ക്കൊരു തുടക്കമായിരുന്നു ആ ഒരു പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് അറ്റൻഡ് ചെയ്തത്. അത് അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെ സ്വാധീനിച്ചിട്ടുള്ള ഏത് ലീഡേഴ്സിനെ നോക്കിക്കഴിഞ്ഞാലും അവരൊക്കെ നന്നായി ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളായിരുന്നു. നമ്മൾ നോക്കിയാൽ അറിയാം, നമുക്കിപ്പോൾ ഒരു മൈക്ക് കിട്ടുമ്പോൾ നമ്മൾ നല്ല വൊക്കാബുലറി ഉണ്ട്, നല്ല ലാംഗ്വേജ് ഉണ്ട്, കുറേ സമയം സംസാരിക്കും എന്നുള്ളതല്ല നല്ലൊരു സ്പീക്കറുടെ ലക്ഷണം. ഒരു സ്പീക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ആളുകളിലേക്ക്, അവരുടെ മനസ്സിലേക്ക് തറഞ്ഞ് കയറി നമുക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ കുറച്ചേ സംസാരിച്ചുള്ളൂ എങ്കിലും അത് അവരിലേക്ക് എത്തുന്ന രീതിയിൽ സംസാരിക്കുക എന്നുള്ളതാണ് എഫക്റ്റീവായിട്ടുള്ള ഒരു സ്പീക്കർ ആയിക്കഴിഞ്ഞാൽ നമുക്കുള്ള ബെനിഫിറ്റ്. അത് നമുക്ക് ചുറ്റുമുള്ള ആളുകളെ എത്രത്തോളം സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഇപ്പോൾ നിങ്ങളിവിടെ പാർട്ടിസിപ്പൻസായി വന്ന ആളുകൾ വിചാരിക്കുന്നുണ്ടാവും, ഞാനൊരു വന്ന ആളുകളിൽ എല്ലാവരും ഇപ്പോൾ ലീഡറായിട്ട് പോകാനോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ ലീഡേഴ്സായി വളരാൻ എന്നാഗ്രഹിക്കുന്ന ആളുകളായിരിക്കില്ല. സാധാരണ ജോലി ചെയ്യുന്നവരുണ്ടാവും, ബിസിനസ് ചെയ്യുന്നവരുണ്ടാവും, പക്ഷേ നമ്മുടെ ഫാമിലി ലൈഫുമായി മുന്നോട്ട് പോകുന്നവരുണ്ടാവും. പക്ഷേ അവരെയൊക്കെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ലീഡറാവുക അല്ലെങ്കിൽ ഒരു ആളുകളോട് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള ഒരു രീതിയിലുള്ള ആളുകൾക്ക് മാത്രമല്ല, നമ്മുടെ ഏത് പ്രൊഫഷനാണെങ്കിലും, ബിസിനസ് ആണെങ്കിലും, ഒരു പ്രൊഫഷണൽ ആണെങ്കിലും, ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും അവർക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. അടുക്കള ഇനി സ്മാർട്ട് ആക്കാം. അടുക്കള ഒരുക്കാൻ ഇനി സ്റ്റൈലൻ വഴികൾ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗൃഹലക്ഷ്മി ഇതാ പുതിയ ഭാവത്തിൽ. പ്രഷർ കുക്കർ, ഗ്യാസ് സ്റ്റൗ, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, മിക്സി തുടങ്ങി അടുക്കളയിലേക്ക് വേണ്ടതല്ല. പ്രമുഖ ബ്രാൻഡുകളുടെ സ്റ്റീൽ, അലുമിനിയം, സെറാമിക്, ബ്രാസ് ഉൽപ്പന്നങ്ങളുടെ വമ്പിച്ച ശേഖരണം ഇപ്പോൾ ഒരൊറ്റ കിടക്കീഴിൽ. ഏറ്റവും പുതിയ ഗിഫ്റ്റ്സും ആകർഷകമായ ഫെസ്റ്റിവൽ ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. കൂടെ വിശ്വസിക്കാവുന്ന ക്വാളിറ്റിയും മികച്ച സർവീസും. ഷോപ്പിംഗ് ഇനി ആഘോഷമാക്കാം. ഇന്ന് തന്നെ